ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ നീ അവിടെ കഴിച്ചാ ഒന്നിനും ആരും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുമോ ഞാൻ പോകുന്നു രാത്രി 3 മണിക്കാകുമ്പോ വരും. ഞാൻ തന്നെ എന്തോ ഒരാൾക്ക് സംസാരിക്കണമെന്ന് അങ്ങനെ അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇങ്ങനെ ഇരുന്നു അങ്ങനെ അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ആ ബാഡ് ടൈം ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എന്റെ റൂമിൽ വാതിക്കെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കും വിഷമില്ല. എന്താ നിങ്ങളുടെ വിഷമം മാറ്റാൻ ഞാൻ പോകുന്നത്? 13 വയസ്സിൽ വളർത്തിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് സത്യാവസ്ഥ നമുക്ക് അറിയില്ല. എന്താണെന്നുള്ള കുട്ടി നോക്കിയിട്ടുണ്ടോ, എന്താണ് അവർ പറയുന്നത് നോക്കിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ആ കുട്ടി പറഞ്ഞ അച്ഛന്റെ വീട്ടിലായിരുന്നു വളർന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. നമ്മൾ ഈ കാര്യം അറിയണം. കൂടുതൽ കമന്റ് കാര്യങ്ങൾ വരുന്ന കാര്യം കുറെ പേര് സംസാരിക്കും. കാര്യം അവർക്ക് സംസാരിച്ച പ്രശ്നമില്ല. നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും കുറെ കാര്യം അറിയാൻ സംസാരിക്കും. കാര്യം അറിഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും കാര്യം എന്താണ് മനസ്സിലാവും, അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പൊ ആരും നമ്മള് ബാഡ് കമന്റ്സ് ഒന്നും പറഞ്ഞങ്ങനെ വെറുതെ എന്തായാലും മനസ്സിലായി. ഇപ്പൊ വയ്യാണ്ടിരിക്കുന്ന ചേച്ചിയല്ലേ, ആള് വെറുതെ വീട് വയ്യേക്ക് മാറിയിട്ട് വീണ്ടും ആള് ആക്റ്റീവായി തുടങ്ങുമ്പോൾ എന്താ പറഞ്ഞു. ഓക്കെ, ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇന്നലെ കൂടെ ഇന്നലെ വിളിച്ചപ്പോ ഐസിയുലാന്ന് പറഞ്ഞത്. അല്ല, സീരിയസ് ആയിട്ടല്ല, വോമിറ്റിങ്ങും അതൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷീണം കാരണം കൊണ്ട് ഐസിയുലാന്ന് പറഞ്ഞു. അതെ, വൈഫ് ഞാൻ കൂടെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാണാൻ ചെല്ലാൻ വേണ്ടിയിട്ട് വിളിച്ചാ. പക്ഷെ ചേച്ചിയെ ഫോൺ എടുത്തത്. എന്റെ കുഞ്ഞിനെ നോക്കണമെന്ന് ഞാൻ അവരോട് എപ്പോഴും പറയും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞാനാതെ ആകരുത്, അവനെ ഏറ്റെടുക്കണമെന്ന് പറയും. അവരെ പിന്നെ വഴക്ക് പറയും, അവരുടെ കൊച്ചു തന്നെയാന്ന് പറയും. എന്റെ കുഞ്ഞിനാരുമില്ല, അതേ അവളിപ്പോ ഏക സങ്കടം. എന്റെ കുഞ്ഞിനാരും ഇല്ലാതായിപ്പോയി, അച്ഛനും. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട് അല്ലേ? അത് സ്വാഭാവികമാണ്. എത്രയോ കുടുംബങ്ങളിൽ വഴക്കുണ്ടാകാറുണ്ട്. അത് ദിവസങ്ങളോളം മിണ്ടാതിരിക്കാനും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ കുടുംബത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ വഴക്കുകൾ നാട്ടുകാരെ കാണിക്കാൻ സോഷ്യൽ മീഡിയയിൽ ലൈവിട്ട് കാണിച്ചാൽ എങ്ങനെയിരിക്കും അത്? ക്യാൻസർ ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്ന രേണു സുധിയും അവരുടെ വളർത്ത മകനായിട്ടുള്ള കിച്ചുവും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ വെറും ഒരു കുടുംബ വഴക്കല്ല, സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ച ചെയ്യുന്ന വലിയൊരു വിവാദമാണിപ്പോൾ. ഞാൻ വളർത്തിയ മകൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് അമ്മ പറയുമ്പോൾ വിഷമമുള്ളവരുടെ വിഷമം തീരട്ടെ, ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി പറയാം എന്ന് മകൻ മാസ് ബീജിയും ഒക്കെ ഇട്ട് റീല് ചെയ്യുന്നു. ശരിക്കും എന്താണ് ഇവർക്കിടയിൽ സംഭവിക്കുന്നത്? സത്യത്തിലും ഈ ഒരു രോഗക്കിടക്കയില് ഇവർ റീച്ചിന് വേണ്ടിയിട്ട് നാടകം കളിക്കുകയാണോ, അതോ ഇതിന് പിന്നിൽ നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും വലിയ കാരണങ്ങളുണ്ടോ? എന്തായാലും നമുക്ക് വിശദമായിട്ട് തന്നെ അത് പരിശോധിക്കാം. ഇവിടെ നമുക്ക് ആദ്യം കാര്യങ്ങളൊന്ന് തുടക്കം മുതലൊന്ന് പരിശോധിക്കാം. അതായത് രേണു സുധിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്ന വാർത്ത വന്നപ്പോൾ മുതൽ നമ്മളൊക്കെയൊക്കെ അത് വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമാണ് അല്ലെ? ആദ്യത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ശരീരം ആകെ തളർന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം അവരെ ഐസിയുലേക്ക് മാറ്റി എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. അതായത് അവരുടെ സുഹൃത്തായിട്ടുള്ള സജീന ബ്ലോഗ്സിലാണ് ഈ ഒരു വാർത്ത വന്നത്. പിന്നീട് KGDC ഫിറോസ് അദ്ദേഹത്തിന് ആ ഒരു ക്ലാരിറ്റിയും തന്നിട്ടുണ്ടായിരുന്നു. ഐസിയുവിൽ ആണെങ്കിൽ പോലും അത് അത്ര ഗുരുതരമല്ല എന്ന് പുള്ളി പറയുകയും ചെയ്തു. അദ്ദേഹം രേണുവിന്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എന്തായാലും സജീന ബ്ലോഗ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ എന്താ പറയുന്നത്, ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് സജീന പറഞ്ഞ കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത്. എന്തായാലും അവര് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാർത്ത കൂടി വന്നപ്പോൾ പ്രേക്ഷകർ ആകെ ഭയന്നുപോയി, ശരിക്കും ഭയന്നുപോയ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ആ ഒരു രോഗക്കിടക്കയിലും കിടക്കുമ്പോഴും ശാരീരിക വേദനയെക്കാൾ ഉപരി രേണുവിനെ മാനസികമായിട്ട് തകർത്തത് ഒരു കാര്യമുണ്ട്. അവര് തന്നെ തന്റെ ബ്ലോഗിലൂടെ എടുത്ത് പറയുകയും ചെയ്ത്. എന്തായാലും നമുക്ക് ആദ്യം അവരുടെ വാക്കുകളൊന്ന് കേട്ടുനോക്കാം. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എന്റെ റൂമിൽ വാതിക്കെ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും രേണുവിന്റെ ഒരു സങ്കടം, അതായത് ഒരു അമ്മയുടെ സങ്കടമാണ് കാണുന്നത്. താൻ 11 വയസ്സ് വരെ സ്വന്തം ചോരയെ പോലെ നോക്കി വളർത്തിയ മകൻ, അവനിപ്പോൾ സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ്. എന്നിട്ടും അമ്മ ഐസിയുയിൽ കിടക്കുമ്പോഴും ഒന്ന് വന്ന് കാണാനോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യാനോ അവൻ തയ്യാറായിട്ടില്ല. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു ഓളം ചെറുതൊന്നുമല്ല.
ഇവിടെ ആളുകൾ കിച്ചുവിനെതിരെ തിരിഞ്ഞു. നന്ദി കെട്ടവൻ, പെറ്റമ്മയെ ഓർക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സുകൾ ഫുള്ളും അങ്ങനെ നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് നിറഞ്ഞു. എന്തായാലും അങ്ങനെ സൈബർ ആക്രമണം കടത്തപ്പോഴാണ് കഥയിൽ അടുത്ത ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. കിച്ചു സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ റീൽ പങ്കുവച്ചു. സാധാരണ ഒരാൾ അമ്മയ്ക്ക് സുഖമില്ല എന്ന് കേട്ടാൽ ഓടിപ്പോവുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ കിച്ചു ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഒരു മാസ് BGM ഒക്കെ ഇട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തു. അതായത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും പോകാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമം ഒക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാമെന്ന്. ശരിക്കും ഇവിടെയാണ് കൂട്ടുകാരെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്. അതായത് ഇതൊരു മകൻ അമ്മയെ കാണാൻ പോകുന്നതാണോ അതോ ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷന് പോകുന്നതാണോ? വിഷമമുള്ളവരുടെ വിഷമം മാറട്ടെ എന്ന് പറയാൻ രേണു അവന്റെ ഈ ഒരു വീഡിയോ വന്നതോടെ പ്രേക്ഷകർ വീണ്ടും ചൂടായി. ആളുകൾ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്ന്. പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയാൽ പോരെ, ഇതിലും ഭേദം പോകാതിരിക്കാമായിരുന്നില്ലേ? ഇങ്ങനെയുള്ള കമന്റുകൾ തന്നെയായിരുന്നു കിച്ചുവിന്റെ ആ വീഡിയോക്ക് താഴെ വന്നത്. ശരിക്കും ഇതെല്ലാം വെറും റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു നാടകമാണോ എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം നോക്കിയേ, നമ്മളൊരു നാണയത്തിന്റെ ഒരു വശം മാത്രമാണ് ഇതുവരെ കണ്ടുള്ളൂ. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിലെ റിയാക്ഷൻ ചെയ്യുന്ന ഷഫീന ബീബി എല്ലാവർക്കും അറിയാലോ, പുള്ളിക്കാരി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഷഫീന ബീബി വന്നതോടുകൂടി തന്നെ ഇതിന്റെ കഥയാകെ അങ്ങ് മാറി. ഷഫീന പറഞ്ഞത് ഇങ്ങനെയാണ്, വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് പുള്ളിക്കാരി പറഞ്ഞത്. അവരും ചോദിക്കുന്നത്, ഒരു അമ്മയും മകനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതിപ്പോൾ എല്ലാ കുടുംബത്തിലും ഉള്ളതാണ്, ശരിയാണ്, അത് എല്ലാ കുടുംബത്തിലും ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ താൻ വളർത്തിയ ഒരു കുട്ടിയെ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും എങ്ങനെ സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് സൈബർ അറ്റാക്ക് ചെയ്യിപ്പിക്കുന്നത് ഒരു അമ്മയ്ക്ക് ചേർന്നതാണോ? വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം രേണുസുധീന്റെ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോയില്ല, കിച്ചുവിനോട് ഒരു ദേഷ്യം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. കാരണം അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരു മകൻ അവരെ കാണാൻ പോയില്ല എന്ന് പറയുമ്പോൾ നമുക്കും ഒരു ഡൗട്ടും അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകും, അല്ലെങ്കിൽ ദേഷ്യം കിച്ചുവിനോട് ഉണ്ടാകും. എന്തായാലും വയ്യാതെ കിടക്കുകയില്ല, ചെന്ന് കാണേണ്ടത്, എത്രയോ എന്തൊക്കെ ചെയ്തിരുന്നാൽ പോലും നോക്കി വളർത്തിയ ഒരു അമ്മയല്ലേ എന്നുള്ളത്. എന്നാൽ കിച്ചുവിനെ കുറിച്ച് ഷെഫീന ചില സത്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കിച്ചുവിനെ പ്രസവിച്ച അമ്മ മരിക്കുന്നതിന് തൊട്ട് മുൻപ് കിച്ചു അവരെ പോയി കണ്ടിരുന്നു. പക്ഷെ അതിന്റെ വ്ലോഗോ റീലോ ഒന്നും എടുക്കാൻ അവൻ സോഷ്യൽ മീഡിയയിൽ അത് എടുത്തിരുന്നില്ല. കിച്ചുവിന് രേണുവിന്റെ മറ്റൊരു മകനായ ഋതപ്പിനോട് വലിയ അറ്റാച്ച്മെന്റ് ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. രേണുവുമായി വഴക്കിട്ട് പിരിഞ്ഞു നിൽക്കുമ്പോഴും അവൻ ഋതപ്പിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടി വളർത്തിയ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു അസുഖം വന്നിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവന്റെ മനസ്സ് അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ്. ശരിക്കും അവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും അവൻ തിരിഞ്ഞു പോലും നോക്കാതെ, അല്ലെങ്കിൽ ആ ഒരു അസുഖമുണ്ടായി എന്നറിഞ്ഞിട്ട് പോലും പോകാതെ. ശരിക്കും ആ ഒരു വശം ചിന്തിക്കുമ്പോൾ അത് കറക്റ്റ് ആണല്ലേ. പൊതുവെ നമുക്കും അത് തോന്നുമല്ലേ, ഇത്രയും സുഖമില്ലാതെ കിടന്നിട്ട് അമ്മയെ കാണാൻ എന്തുകൊണ്ട് കിച്ചു പോയില്ല എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. പക്ഷെ ഷെഫീൻ അവിടെ പറഞ്ഞതിലും കാര്യമുണ്ട്. അവന്റെ ആത്മാഭിമാനത്തെ വേദനിപ്പിക്കുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും നാളും പോവാ. ഇനി പോയോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇപ്പം അവൻ പോകുന്നു, വിഷമമുള്ളവരുടെ വിഷമം മാറട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഒരു വീഡിയോ ചെയ്ത് അവൻ പോയിരിക്കുന്നത്. ശരിക്കും ഇവിടെ നമ്മളെ രണ്ട് വശങ്ങളും കാണുന്ന കൂട്ടുകാരെ, അതായത് സോഷ്യൽ മീഡിയയിലെ റീച്ച് എന്നുള്ള ഭ്രാന്ത്. ഇന്ന് അസുഖം വന്നാലും ICL കിടന്നാലും മകൻ പിരിഞ്ഞു പോയാലും ശരി, അതെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ വിറ്റ് കാശാക്കുന്ന ഒരു ട്രെൻഡാണ് വന്നിട്ടുള്ളത്. രേണുസുധി ചെയ്ത വീഡിയോയും അതിന് കിച്ചു നൽകിയ മാസം മറുപടി എല്ലാം ഒരു പരിധിവരെ റീച്ചിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക കളിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ പ്രേക്ഷകർ അത്ര മണ്ടന്മാരല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ, താഴെ വരുന്ന കമന്റുകൾ എടുത്ത് നോക്കിയാൽ. കിച്ചുവിനെ ആളുകൾ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗം ആളുകൾ പറയുന്നത്, മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു അമ്മയും സ്വന്തം മകനെ നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈഗോയും വാശിയും ഒക്കെ മാറ്റി വെച്ച് ഫോണിൽ ഒരു കോൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഇതിലുള്ളൂ. അതിന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരയേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ കൂട്ടുകാരെ, ഇവിടെ രേണുസുധീന്റെയും കിച്ചുവിന്റെ ഈ ഒരു വിഷയം വെറും ഒരു അമ്മ മകൻ തർക്കത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്ന രേണുസുധിയുടെ വീഡിയോ കണ്ട് വികാരാധീനരായവർ, അവർ കിച്ചുവിനെ ക്രൂരമായിട്ട് വേട്ടയാടിയവരാണ്. രണ്ടാമത്തെ വിഭാഗം കിച്ചുവിന്റെ ഭാഗത്തെ ആത്മാഭിമാനത്തെ മാനിച്ചുകൊണ്ട് വളർത്തിയ കുട്ടിയെ നാട്ടുകാർക്ക് തല്ലാൻ ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞ് രേണുവിനെ കുറ്റപ്പെടുത്തിയവരും. പിന്നെ മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവർ ചോദിക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇത് ശരിക്കും റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണോ എന്നുള്ളത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് കേട്ടോ. അതായത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്ത് വികാരമാണ് വിറ്റഴിക്കപ്പെടാത്തത്? അസുഖം വന്നാലും ശരി, സർജറി നടത്തിയാലും ശരി, എന്തിന് ICL കിടന്നാൽ പോലും ക്യാമറ ഓൺ ചെയ്ത് വ്ലോഗ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. സ്നേഹവും സങ്കടവും പിണക്കവും ഒക്കെ 4 ചുവരുകൾക്കുള്ളിൽ തീർക്കേണ്ടതിന് പകരം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചിടുമ്പോൾ അവിടെ റീച്ചും കാശും വരും. പക്ഷെ തകർന്നു പോകുന്നത് ചില ബന്ധങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കിച്ചു മുൻപ് തന്റെ സ്വന്തം അമ്മ മരിക്കുന്നതിന് മുൻപ് പോയി കണ്ടപ്പോൾ അതൊന്നും വ്ലോഗ് ചെയ്തിരുന്നില്ല എന്ന് ഷെഫീന ബീബി സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രേണുവിനെ കാണാൻ പോകുന്ന കാര്യം മാസ് BGM ഒക്കെ ഇട്ട് ഒരു റീലിലൂടെ അനൗൺസ് ചെയ്യേണ്ടി വന്നത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഈ ഒരു സമ്മർദ്ദം കൊണ്ടായിരിക്കാം. സൈബർ ആക്രമണം താങ്ങാൻ വയ്യാതെ ഞാൻ നീ പോകുന്നുണ്ട്, നിങ്ങളുടെ പരാതി അങ്ങ് തീരട്ടെ എന്ന് കിച്ചുവിന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ. ശരിക്കും ഇവിടെ തോറ്റുപോകുന്നത് ആരായിരിക്കും? സോഷ്യൽ മീഡിയയിലെ വ്യൂസിന് വേണ്ടി സ്വന്തം കുടുംബത്തെ വിട്ടുകൊടുക്കുന്ന ഓരോരുത്തരുമാണ് ഇവിടെ തോൽക്കുന്നത്. ഫോണിൽ ഒരു റിങ് ചെയ്താൽ തീരാവുന്ന ഈഗോ ഇന്ന് നാടൊട്ടുക്കുമുള്ള ആളുകൾ ചർച്ച ചെയ്യുന്ന വലിയൊരു ഗോസിപ്പായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി എന്തായാലും ഈ ഒരു രോഗക്കിടക്കിൽ വെച്ചെങ്കിലും ഇവര് ഈ ഒരു ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ആ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റീച്ചിന് വേണ്ടിയിട്ട് നാടകം കളിച്ചത് ആരായിരിക്കും? കിച്ചു ചെയ്തതാണോ അതോ രേണു ചെയ്തതാണോ ശരി? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടികൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.